ഹലോ, ഇന്ന് നല്ല ടേസ്റ്റിയും എമ്മിയും സീറ്റിയും ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പഴവും റവയും വെച്ചിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കിയാലോ. 4 മണിക്ക് ഇത് മാത്രം മതി. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതാ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം വെള്ളവും അല്പം ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കാം. തരിയില്ലാതെ നല്ല പോലെ അരച്ചെടുക്കണേ. അങ്ങനെ ഇതാ പഴമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കുക. പഴം ചേർത്തുകൊണ്ട് തന്നെ ഒത്തിരി മധുരം വേണ്ടല്ലോ, അതുകൊണ്ടാണ് 1/4 കപ്പ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൈദയും ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇത് മാവ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് അല്പം കരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കരിഞ്ജീരകവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ ഇത് അടിപൊളിയായിട്ട് മാവ് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം ചുടുന്ന ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ ഓരോ തവി മാവായിട്ട് ഓരോ കുഴികളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് പെട്ടെന്ന് പഴവും റവയും ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ആയിട്ടാണ്. നല്ല ടേസ്റ്റുമാണ്, ക്രിസ്പി ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ 4 മണിക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പി ആയത്. അങ്ങനെ ഇതാ ഓരോ കുഴികളിലായിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം വെന്ത് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അത് കോരി മാറ്റാം. ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ ആ ഒരു മോഡൽ തന്നെ അടിപൊളിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് റവയും ഇതൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഉണ്ട്. അങ്ങനെ ഫുള്ളും അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ ഇത് അടിപൊളി പഴവും റവയും വെച്ചിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയാണ്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.